First question. Find e raised to z. Find e raised to z in the form u plus iv and modulus of e raised to z if z equals a part 2 plus 3 pi I, b 1 plus I, c 2 pi into 1 plus I, d minus pi I by 2. അപ്പം നമുക്ക് ഇസഡാണ് തന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 പൈ ഐ. നമ്മളോട് ഇ റേസ് ടു ഇസഡാണ് ചോദിച്ചേക്കുന്നത്. ഇ റേസ് ടു ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2 പ്ലസ് 3 പൈ ഐ. നമുക്ക് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണ്. അപ്പോൾ അത് ഇ സ്ക്വയർ ഇൻറ്റു കോസ് 3 പൈ പ്ലസ് ഐ സൈൻ 3 പൈ. അത് ഇ സ്ക്വയർ കോസ് 3 പൈ എന്ന് പറയുന്നത് കോസ് പൈ തന്നെ, കോസ് പൈ മൈനസ് 1 പ്ലസ് സൈൻ 3 പൈ 0 സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് മൈനസ് ഇ സ്ക്വയറാണ്. മോഡുലസ് ഓഫ് ഇ റേസ് ടു ഇസഡ് ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അത് മോഡുലസ് ഓഫ് ഇ റേസ് ടു നമുക്കറിയാം ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ, ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്. അപ്പം ഇവിടെ ഇ റേസ് ടു ഇസഡിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു 2 ആയിരിക്കും. ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു 2, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മോഡുലസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ഇ റേസ് ടു 2 ആണ് വരുന്നത്. ഇനി സെക്കൻഡ് പാർട്ട്, ഇസഡ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഐ. ഇസഡ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ആകുമ്പം ഇ റേസ് ടു ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു 1 പ്ലസ് ഐ. അത് ഇ ഇൻറ്റു ഇവിടെ വൈയുടെ സ്ഥാനത്ത് 1, എക്സിൻ്റെ സ്ഥാനത്തും 1, കോസ് 1 പ്ലസ് ഐ സൈൻ 1 എന്ന് വരും. ഈ കോസ് 1 പ്ലസ് ഐ സൈൻ 1, കോസ് 1 റേഡിയൻസിലാണ്, അത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. ഈ കോസ് 1 പ്ലസ് ഐ സൈൻ 1 എന്ന് കിട്ടും. മോഡുലസ് ഓഫ് ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് ഇ ആയിരിക്കും. ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് ഇ കിട്ടും. അടുത്തത് ഇസഡ് ഇസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു 1 പ്ലസ് ഐ. അപ്പം ഇ റേസ് ടു ഇസഡ് നമ്മൾ ചെയ്താൽ ഇ റേസ് ടു 2 പൈ ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് വരും. അപ്പം നമുക്കതിന് ഇ റേസ് ടു 2 പൈ പ്ലസ് 2 പൈ ഐ എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2 പൈ ഇൻറ്റു കോസ് 2 പൈ പ്ലസ് ഐ സൈൻ 2 പൈ എന്ന് പറയും. ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ അത് ഇ റേസ് ടു 2 പൈ കോസ് 2 പൈ 1 സൈൻ 2 പൈ 0. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2 പൈ. മോഡുലസും ഇ റേസ് ടു 2 പൈ ആയിരിക്കും. ലാസ്റ്റ് വൺ, ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് പൈ ഐ ബൈ 2. ഇവിടെ എക്സ് പാർട്ടില്ല അല്ലേ, എക്സ് 0 ആണ്, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. ഇ റേസ് ടു ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് പൈ ഐ ബൈ 2. അപ്പോൾ അത് കോസ് മൈനസ് പൈ ബൈ 2 പ്ലസ് ഐ സൈൻ മൈനസ് പൈ ബൈ 2 എന്ന് വരും. കോസ് പൈ ബൈ 2 0 മൈനസ് ഐ സൈൻ പൈ ബൈ 2. കോസ് മൈനസ് പൈ ബൈ 2 കോസ് പൈ ബൈ 2 തന്നെയാണ്. സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2 എന്ന് പറയുമ്പം അത് മൈനസ് സൈൻ പൈ ബൈ 2 ആണ്. മൈനസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു മൈനസ് സൈൻ എന്ന് വരും. ഇതിൻ്റെ മോഡുലസ് എടുക്കുവാണെങ്കിൽ ഇ റേസ് ടു ഇസഡിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 1 അല്ലേ വരുള്ളൂ, കാരണം ഇതിൻ്റെ റിയൽ പാർട്ട് 0യും ഇമാജിനറി പാർട്ട് -1. അപ്പോൾ 1 പ്ലസ് നമ്മളിതിനെ യു പ്ലസ് ഐ വി ഫോമിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇത് 0 മൈനസ് ഐ ഫോമിലാണ്. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 0 പ്ലസ് -1 സ്ക്വയർ വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1. എക്സ് ഇവിടെ 0 ആണ്, വൈ -1, എക്സ് 0യും വൈ -1 ആണ്. എക്സ് 0 ആകുമ്പം ഇ റേസ് ടു 0 ആയതുകൊണ്ട് അങ്ങനെ നമുക്കറിയാം മോഡുലസ് ഓഫ് ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ നമ്മളതിനെ ഇ റേസ് ടു 0 ഈക്വൽ ടു 1 എങ്ങനെ എടുത്താലും നമുക്ക് 1 തന്നെ കിട്ടത്തുള്ളൂ.
നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. റെപ്രസെൻറ്റ് each of the following in the exponential polar form. In the exponential polar form. A 4 plus 3i. B minus 4. C 1 plus i. ആദ്യം നമുക്ക് z is equal to 4 plus 3i എടുക്കാം. z is equal to 4 plus 3i. നമുക്ക് ഇതിൻ്റെ പോളാർ ഫോമാണ് ചോദിച്ചേക്കുന്നത്. ഹിയർ x ഈക്വൽ ടു 4, y ഇസ് ഈക്വൽ ടു 3. അപ്പം പോളാർ ഫോം എന്ന് പറയുന്നത് എന്താ? z ഇസ് ഈക്വൽ ടു r e റേസ് ടു i തീറ്റയാണ്. അപ്പം നമ്മൾ x ഈക്വൽ ടു 4, y ഈക്വൽ ടു 3 ആകുമ്പം r ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പം 16 പ്ലസ് 9 ഈക്വൽ ടു 5 എന്ന് വരും. 16 ആണ്. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് ആണ്. അപ്പോൾ അത് ടാൻ ഇൻവേഴ്സ് ഓഫ് y 3/4 വരും. therefore പോളാർ ഫോം എന്ന് പറയുന്നത് z ഇസ് ഈക്വൽ ടു r 5 e റേസ് ടു i തീറ്റയാണ്. അപ്പം e റേസ് ടു i ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. 5 e റേസ് ടു i ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 വരും. ഇതാണ് അതിൻ്റെ എക്സ്പൊണൻഷ്യൽ പോളാർ ഫോം എന്ന് പറയുന്നത്. അടുത്തത് z ഇസ് ഈക്വൽ ടു -4. ഇവിടെ x ഈക്വൽ ടു -4, y ഇസ് ഈക്വൽ ടു 0. എക്സ് -4ഉം y 0യുമാണ്. therefore r ഇസ് ഈക്വൽ ടു -4 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ഈക്വൽ ടു 4 വരും. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ്. അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് 0യാണ്. അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുമ്പം നമുക്ക് ഒന്നെങ്കിൽ 0 വരും, അല്ലെങ്കിൽ പൈ ആണ് വരുന്നത്. പക്ഷേ നമുക്കറിയാം ഇത് -4 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടറിൽ വരുന്ന പോയിൻ്റ്. അല്ലെങ്കിൽ നമുക്ക് അത് നമ്മളിപ്പം ഇവിടെ വരച്ച് നോക്കുവാണെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് 0 ആണോ പൈ ആണോ എന്നുള്ളത്. -4 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന പോയിൻ്റാണ്. ഇവിടെ ആകുമ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ തൊട്ട് ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ പൈ ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു പൈ വരും. therefore z ഇസ് ഈക്വൽ ടു 4 e റേസ് ടു i പൈ. 4 e റേസ് ടു i, r e റേസ് ടു i തീറ്റയാണ്. r ഈക്വൽ ടു 4, തീറ്റ ഈക്വൽ ടു പൈ. അപ്പോൾ ഇത് കിട്ടും. ലാസ്റ്റ് z ഇസ് ഈക്വൽ ടു 1 പ്ലസ് i ആണ്. z ഇസ് ഈക്വൽ ടു 1 പ്ലസ് i. അപ്പം x ഈക്വൽ ടു 1, y ഈക്വൽ ടു 1 രണ്ടും ഫസ്റ്റ് ക്വാർട്ടർ. x ഈക്വൽ ടു 1, y ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാർട്ടറിലാണ്. r എന്ന് പറയുന്ന റൂട്ട് ഓഫ് 1 പ്ലസ് 1 √2 വരും. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1. അപ്പോൾ അത് π/4 ആയിരിക്കും. therefore z ഇസ് ഈക്വൽ ടു √2 e റേസ് ടു i π/4 എന്ന് വരും. r e റേസ് ടു i തീറ്റയാണ്. ഇത് √2 e റേസ് ടു i π/4 എന്ന് വരും. തേർഡ് വൺ, സോൾവ് ദ ഇക്വേഷൻ e റേസ് ടു z ഇസ് ഈക്വൽ ടു 3 + 4i. അപ്പോൾ നമുക്ക് e റേസ് ടു z എന്ന് പറയുന്നത് 3 + 4i ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം മോഡുലസ് ഓഫ് e റേസ് ടു z എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് e റേസ് ടു x ആണ്.
മോഡുലസ് ഓഫ് ഇ റേസ് ടു ഇസഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇസഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇസഡിനകത്ത് എക്സും വൈയും എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹിയർ മോഡുലസ് ഓഫ് ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് 3² + 4² ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പം 9 + 16 = 5. അപ്പം നമുക്ക് മോഡുലസ് ഓഫ് ഇ റേസ് ടു ഇസഡ് 5 എന്ന് കിട്ടി. അപ്പം ഇ റേസ് ടു എക്സ് = 5. അതിൽ നമുക്ക് എക്സ് രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുവാണെങ്കിൽ എക്സ് നമുക്ക് ലോഗ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, log 5 എന്ന് വരും. അപ്പം നമുക്ക് എക്സ് കിട്ടി. ഇനി നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. log 5 കാൽക്കുലേറ്റർ ചെയ്താൽ നിങ്ങൾക്ക് 1.609 എന്നുള്ള ആൻസർ കിട്ടും. ഇനി നമുക്ക് റിയൽ പാർട്ടും നമ്മൾ ഇ റേസ് ടു ഇസഡ് = 3 + 4i. അതിൻ്റെ മീനിങ് എന്താ? ഇ റേസ് ടു എക്സ് കോസ് വൈ + i sin y = 3 + 4i. അതിൽ നിന്ന് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് cos y = 3, ഇ റേസ് ടു എക്സ് സൈൻ വൈ = 4 എന്നും കിട്ടുമല്ലോ. റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് കോസ് വൈ = 3, ഇ റേസ് ടു എക്സ് സൈൻ വൈ = 4. ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോസ് വൈ = 3/5, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. 5 cos y = 3. ഇ റേസ് ടു എക്സ് കോസ് വൈ എന്ന് പറയുന്നത് 5 cos y ആൻഡ് 5 sin y = 4 എന്ന് കിട്ടും. അതിന് നമുക്ക് കോസ് വൈ = 3/5, sin y = 4/5. അപ്പോൾ രണ്ടും നമുക്ക് പോസിറ്റീവായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാർട്ടറിലെ പോയിൻറ്റുകളാണ്. അപ്പം കോസ് വൈ = 0.6, sin y = 0.8. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ നമ്മൾ tan y എന്ന് പറയുന്നത് 0.8/0.6 ആണ് വരുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് y = 0.927 എന്ന് കിട്ടും. അത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. y = 0.927. അതായത് sin y ബൈ കോസ് y എന്ന് പറയുന്നത് 8/6 ആണ്, അല്ലെങ്കിൽ 4/3 ആണ് വരുന്നത്. അപ്പം tan ഇൻവേഴ്സ് ഓഫ് 4/3 കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് 0.927 എന്ന് കിട്ടും. അപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നത് log 5 ആണ് കിട്ടിയത്. ഇസഡ് എന്ന് y എന്ന് പറയുന്നത് 0.927. therefore z = log 5 ആണ്. അത് 1 അല്ലെങ്കിൽ log 5 പ്ലസ് i ഇൻറ്റു y എന്ന് പറയുന്നത് 0.927 ± 2nπ എന്ന് പറയാം. കാരണം നമ്മൾ നേരത്തെ ഇവിടെ കണ്ടതാണ്. ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് y ± 2nπ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ i ഇൻറ്റു y എന്ന് പറയുന്നത് 0.927 ± 2nπ. സോ ഇസഡ് = log 5 നമ്മൾ 1.609 പ്ലസ് i ഇൻറ്റു 0.927 ± 2nπ for n = 0, 1, 2 etc. എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. ഇ റേസ് ടു ഇസഡ് = 3 + 4i. അപ്പോൾ ഇസഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ x + iy എന്ന് വിളിക്കുവാണെങ്കിൽ മോഡുലസ് ഓഫ് ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ്. അതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടി. പിന്നെ നമ്മൾ ഇ റേസ് ടു എക്സ് കോസ് വൈയും ഇ റേസ് ടു എക്സ് സൈൻ വൈയും ആണ് റിയൽ പാർട്ടുകൾ, ഇമാജിനറി പാർട്ടുകളും എന്ന് പറഞ്ഞിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈ കിട്ടി. വൈ കിട്ടിക്കഴിയുമ്പോൾ വൈയുടെ കൂടെ 2nπ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. Next one. Solve e raised to z = 1. Here modulus of e raised to z എന്ന് പറയുന്നത് 1 അല്ലേ? കാരണം ഇതിനകത്ത് റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മോഡുലസ് 1 ആണ്. therefore e raised to x = 1 ആണ്. e raised to x 1 എന്ന് പറയുമ്പോഴത്തേക്കും x = 0 എന്നുള്ളതല്ലേ വരുന്നത്.
ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് 1 ഈക്വൽ ടു 0. അപ്പം നമുക്ക് y ആണ് കണ്ടുപിടിക്കേണ്ടത്. e raised to x into cos y plus I sin y ഈക്വൽ ടു 1. അപ്പോൾ അത് e raised to x 1 ആണ്. അപ്പോൾ cos y plus I sin y ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് cos y റിയൽ പാർട്ട് 1 sin y 0. അപ്പം cos y 1ഉം sin y 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഫസ്റ്റ് ക്വാർട്ടറിലെ പോയിൻ്റാണ്. അതുകൊണ്ട് y is equal to 0 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. y is equal to 0 കാരണം cos 0 1 sin 0 0 ആണ്. therefore z is equal to x plus iy plus 2n pi I into which is equal to e raised to x 0 ആണ് പ്ലസ് i 0 പ്ലസ് 2n pi എന്ന് വരും. yയും 0 ആണ്. സോ z is equal to 2n pi I എന്ന് വരും. പ്ലസ് ഓർ മൈനസ് ഇവിടെ പ്ലസ് ഓർ മൈനസ് 2n pi എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. നമുക്ക് e raised to z ഈക്വൽ ടു 1ൻ്റെ അകത്ത് z എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇസഡിനെ നമ്മൾ x പ്ലസ് iy എന്ന് വിളിച്ചാൽ മോഡുലസ് എന്ന് പറയുന്നത് e raised to x. അപ്പോൾ x എന്ന് പറയുന്നത് 0 ആയിരിക്കും. എക്സ് 0. ഇനി നമ്മൾ റിയൽ പാർട്ടുകളും ഇമാജിനറി പാർട്ടുകളും ഇക്വേറ്റ് ചെയ്ത് e raised to x 1 ആണ്. അപ്പോൾ cos y പ്ലസ് I sin y ഈക്വൽ ടു 1 സോൾവ് ചെയ്യുമ്പം നമുക്ക് cos y 1 sin y 0. അതിൻ്റെ മീനിങ് y ഈക്വൽ ടു 0 എന്നുള്ളതാണ്. y 0 ആകുമ്പോൾ നമുക്ക് x പ്ലസ് iy പ്ലസ് ഓർ മൈനസ് 2n pi എടുക്കുമ്പോൾ z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2n pi എന്ന് കിട്ടും. ഒരു പ്രോബ്ലം കൂടി ഈ ടൈപ്പ് നമുക്ക് ചെയ്യാം. Solve e raised to z is equal to -3. ഇവിടെ മോഡുലസ് ഓഫ് e raised to z എന്ന് പറയുന്നത് 3 ആണ്. ഇംപ്ലൈസ് e raised to x which is equal to e raised to x equal to 3. ഇംപ്ലൈസ് x is equal to log 3 എന്ന് എടുക്കാമല്ലോ. എക്സിന് നമുക്ക് log 3 എന്ന് കിട്ടി. ഇനി നമുക്ക് e raised to z equal to -3 ഇംപ്ലൈസ് e raised to x cos y plus I sin y equal to -3. അപ്പം e raised to x cos y equal to -3, e raised to x sin y is equal to 0. അപ്പം cos y equal to -3/3. e raised to x 3 ആണ്. അപ്പോൾ ഈക്വൽ ടു -1. sin y equal to 0. അപ്പം cos y -1 sin y 0. അപ്പം നമുക്ക് കോസ് മൈനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ y is equal to പൈ എന്ന് നമുക്കറിയാം. y പൈ ആയിരിക്കണം. സോ z is equal to x plus I into y plus or minus 2n pi ആണ്. ഇത് ചെയ്യുമ്പം x നമുക്ക് log 3 plus I into pi plus or minus 2n pi n is equal to 0, 1, 2 etc. എന്ന് പറയാൻ പറ്റും. നമുക്ക് z എന്ന് പറയുന്നത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? log 3 പ്ലസ് I ഇൻറ്റു log 3 പ്ലസ് I ഇൻറ്റു പൈ പ്ലസ് 2n pi I അല്ലെങ്കിൽ പൈ കോമൺ ആയിട്ട് എടുത്താൽ 1 പ്ലസ് 2n pi I എന്ന് കിട്ടും.